നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു അൺബോക്സിംഗ് ആണ്. പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ഇൻഡക്ഷൻ കുക്കർ എന്നൊക്കെ വിളിക്കും. ഇൻഡക്ഷൻ കുക്കർ വേറെയാണ്. ഇത് നോർമലി എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി കുക്ക് ടോപ്പാണ്. ഇത് കുക്ക് ടോപ്പ് തന്നെയാണ് കമ്പനിയും പറയുന്നത്. നമ്മൾ മാറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 3 വർഷം വാറണ്ടി ഉണ്ട്. ഓൺ കോയിൽ. ഇത് 1200 വാട്ടാണ് വരുന്നത്. 1200 വാട്ടാണ്. ഇതിൻ്റെ 2000 വാട്ട്, 2200 വാട്ട്, 2400 വാട്ട് വരെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 3000 വാട്ടിൻ്റെ ഉയരോട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഇത് പ്രസ്റ്റീജിൻ്റെതാണ്. ഇതിൻ്റെ വില എനിക്ക് വന്നത് 1650 രൂപയാണ്. ഇത് ഇനി നിങ്ങൾ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ യുദ്ധത്തിൻ്റെ ഇതുകൊണ്ട് എല്ലാം ഓൺലൈനിൽ നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് എല്ലാം റേറ്റ് കൂടിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 1200 വാട്ട് തന്നെ നിങ്ങൾക്ക് 3000 വരെ ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ മാർക്കറ്റിൽ എങ്ങും അവൈലബിൾ ഇല്ല. മൈജിയിൽ അവൈലബിൾ ഇല്ല, രാമചന്ദ്രയിൽ, അട്ടക്കുളങ്ങര ഇങ്ങനെയുള്ള മിക്ക സ്ഥലങ്ങളിൽ ഇത് അവൈലബിലിറ്റി ഇപ്പോൾ ഇല്ല. പിന്നെ ചില ചെറിയ ലോക്കൽ ഷോപ്സിൽ 1-2 പീസ് ബാലൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇത് ഇനി കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ അവൈലബിലിറ്റി അവർ കൊടുക്കുന്നില്ല ഡെലിവറി. പിന്നെ ആമസോൺ പോലെയുള്ള റേറ്റ് കൂട്ടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കാരണം അവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് റേറ്റ് കൂട്ടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഡൗട്ട് വരുന്നത്. കാരണം 5000 രൂപയുടെ ഉള്ളോട്ടൊക്കെയാണ് നമുക്ക് ഡെലിവറി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇൻഫ്രാറെഡ് ആണ്. അത് ഇതല്ല, അത് ഇൻഫ്രാറെഡ് ആണ്. അത് വീഗ്രീറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ ക്രോംപ്ടൻ്റെ ഉണ്ട്, ക്രോമയിലുണ്ട്. ക്രോമയിലും അവൈലബിലിറ്റി ഇല്ല. ഇന്നലെ ഞാൻ ട്രിവാൻഡ്രത്തിൽ 2 ക്രോമ ഷോറൂമിൽ പോയി. അവിടെ അവൈലബിലിറ്റി ഇല്ല. പെട്ടെന്ന് തീർന്ന് ആൾക്കാരെല്ലാം എടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ താമസിക്കാതെ കയ്യിൽ ഒരു 2 ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഈസി ആവും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആൻറ്റി മാഗ്നറ്റിക് വാളാണ്. ഇത് ഒട്ടിപ്പിടിക്കൂല എന്നാണ് പറയുന്നത്. മാഗ്നറ്റ് പിടിക്കൂല. കാരണം എന്താ വെച്ചാൽ കറണ്ട് വരപ്പോഴത്തേക്ക് ചിലപ്പോൾ പാത്രങ്ങൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് പാസ് ചെയ്ത്. പക്ഷെ അങ്ങനെയൊന്നും ഇതിലില്ല. ടൈമർ വിത്ത് യൂസർ പ്രീസെറ്റ്, ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ അപ് ടു 4 kVA ഹൈ വോൾട്ടേജ് സർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ കറണ്ട് കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആയിക്കോളും. അപ്പോൾ ഇത്രയാണ് ഐറ്റം. ഇതിൻ്റെ വില ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. ഇതിന് മാനുഫാക്ചറിങ് ജാനുവരി 2026 കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കോണം. പിന്നെ ചില കടകളിൽ ഈ ഡാമേജ് പീസുകൾ കാണും. അതൊക്കെ നിങ്ങൾ മേടിക്കപ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓണാക്കി. ഇതിൻ്റെ ഫങ്ഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ പ്രീസെറ്റ് ടൈമർ കാണിക്കുന്നുണ്ട്. അതേപോലെ എന്താണ് റൊട്ടി ചുടാനുള്ള ഒരു ഓപ്ഷൻ, കുക്കർ, കറി വയ്ക്കാൻ, വെള്ളം തിളപ്പിക്കാൻ, പിന്നെ എന്താണ് സൂപ്പ് വയ്ക്കാൻ, പിന്നെ ഹീറ്റ് പാല് ചൂടാക്കാൻ, സോസെറ്റിന് ഉപയോഗിക്കാൻ. ഇത് ഓരോ ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫങ്ഷൻ നമുക്കിവിടെ സെലക്ഷൻ ചെയ്യാം. പ്ലസ് ഡിഗ്രി ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ടെമ്പറേച്ചർ ഓൺ ഓഫിൻ്റെ ഒരു ബട്ടണും ഉണ്ട്. ഇത്രയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്കൊരു ചെറിയ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് ചൂട് പോകാൻ വേണ്ടി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിന് ഇതിൻ്റെ അടിയിൽ നിങ്ങൾ ചെറിയൊരു ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണം, എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അപ്പോൾ കാറ്റ് നല്ലപോലെ പാസ് ചെയ്ത് പോകാൻ വേണ്ടി എന്തെങ്കിലും ഒരു അടപ്പോ അല്ലെങ്കിൽ ബുഷോ വെച്ച് ഒട്ടിച്ച് ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അത് കുറച്ച് ഈ തറയിൽ നിന്ന് കുറച്ച് ലെവൽ പൊങ്ങിയിരിക്കണം എപ്പോഴും നല്ലതാണ്. ലാപ്ടോപ്പിലൊക്കെ ചൂടായി കഴിഞ്ഞിട്ട് അപ്പോൾ കാറ്റ് നല്ലപോലെ അടി കൂടെ പാസേജ് ചെയ്യും. അപ്പോൾ ഇനി ഞാനിത് ഓണാക്കി. ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കാൻ പോണ. ലോകത്ത് തന്നെ ഇത് ഒരു ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോണ ഒരു ഹോട്ട് ടോപ്പാണ്. അപ്പോൾ ഇത് എല്ലാവരും കാണേണ്ടതാണ്. ഇതിൻ്റെ സിറാമിക് പ്ലേറ്റ് ഈസ് ഹോട്ട് ആഫ്റ്റർ കുക്കിംഗ്. എന്ന് വെച്ചാൽ ഈ പ്ലേറ്റിൽ കൈ തൊടരുത്, കൈ പൊള്ളും. അവർ കടയിൽ ചൂടാക്കി കാണിച്ചു തന്നപ്പോൾ കൈ പൊള്ളും. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ വെയിറ്റ് വെച്ചാൽ മാത്രമേ ഇത് ചൂടാവത്തുള്ളൂ, അല്ലാതെ പക്ഷം ഇത് ചൂടാവില്ല. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഞാൻ ഒത്തിരി സ്വിച്ചുകളൊക്കെ എടുക്കണം. കാരണം ഇതിൻ്റെ പവർ AC-യുടെ പവർ സോക്കറ്റ് പോലെ ഉള്ള ഒരു സോക്കറ്റിലാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് അവിടെ ഇതാണ് ഇപ്പോൾ ഓപ്ഷൻ ഉള്ളത്. പിന്നെ നോർമൽ ഇതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മളെ സാധാ സ്വിച്ച് തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളെ
USB-യിൽ സാധാ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് പോലെ ഉള്ള സ്വിച്ചുകൾ ആണ് വരുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഇതിൽ ഒരു എന്താണ് മറ്റേ പവർ പ്ലഗിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. കറണ്ട് വരുന്ന അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഓണാക്കി കാണിച്ചു തരാം. ഇതിപ്പം ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓൺ ബട്ടണാണ്, നമ്മൾ ഇതിനെ ഓൺ ചെയ്യുക. അപ്പോൾ അതിനെന്തോ എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്തോ കുറച്ചുകൂടെ ഒരു ഫങ്ഷൻ സെലക്ഷൻ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഞാനൊന്ന് എൻ്റെ ക്യാമറ ഒന്ന് സെറ്റ് ആക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണ്. ഇതിൻ്റെ ഫങ്ഷൻ ഒന്നും എനിക്ക് അത്ര പോരാ. അപ്പം നമുക്ക് ഇതിൽ ഒന്ന് നോക്കി പഠിക്കാം. എന്തായാലും നിങ്ങൾ നോക്കി പഠിക്കണത് നല്ലതാണ്. കാരണം എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കണമല്ലോ, അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ പഠിക്കാം. അപ്പോൾ ഫങ്ഷൻ സെലക്ഷൻ കറിക്ക് വന്നു. പ്രഷർ കുക്കർ ഫങ്ഷൻ നമ്മളിങ്ങനെ സെലക്ഷൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ബട്ടൺ മാറിക്കൊണ്ടിരിക്കും. വാട്ടറിന് വന്നു, സൂപ്പിന് വന്നു, ഹീറ്റ് മിൽക്ക് വന്നു, സോസെറ്റ് വന്നു. സോസെറ്റ് എന്ന് പറഞ്ഞ ഒരു പരന്ന ഒരു പാത്രമാണ്. കീപ്പ് വാം എന്ന് വെച്ചാൽ ചെറിയ ചൂടിൽ നിർത്തിയേക്കും. പിന്നെ റൊട്ടി ദോശയ്ക്ക് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഫങ്ഷൻ ആകുന്നില്ല. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ പ്രഷർ കുക്കറിൻ്റെ മോഡിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി ഇതിനെ മണ്ടിൽ ഒരു പ്രഷർ കുക്കറിൽ ശകലം വെള്ളം വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഒന്ന് വെള്ളം എടുക്കട്ടെ. കുറച്ച് വെള്ളം എടുക്കാം. എന്നിട്ട് ഇതിനെ മണ്ടയിൽ വെച്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ വെയിറ്റ് വെച്ച ഉടനെ തന്നെ ഇത് ആക്ടിവേറ്റ് ആയി. ഒരു ടൈമർ ബോംബ് പോലെ ഇത് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൈ തൊടാൻ പാടില്ല. അപ്പോൾ ഇതിൽ വേറൊരു കുഴപ്പമല്ല, നമ്മൾ ഒത്തിരി ക്ലീനായിട്ട് ഇത് ഉപയോഗിക്കണം. കാരണം ഇത് പാത്രത്തിൻ്റെ അടിയിൽ മണ്ണോ പൊടിയില്ലാതെ നമ്മൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം എൻ്റെ മണ്ടയിൽ വെക്കണം. മാക്സിമം അതിൽ വെള്ളം ഡ്രോപ്സ് നമ്മൾ ഇടാതെ ഇരിക്കുക, അതായിരിക്കും നല്ലത്. പക്ഷേ അതിനൊരു കുഴപ്പമില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണം, അത് നല്ലതായിരിക്കും. അപ്പോൾ വെള്ളം തിളച്ച് ചൂടായി, പെട്ടെന്ന് ചൂടായിട്ടുണ്ട്. 1100 വാട്ടാണ് ഒരു കുക്കറിന് ഉപയോഗിക്കുന്നത്. അതേപോലെ ഇപ്പോൾ റൊട്ടിക്ക് ദോശയ്ക്ക് നമുക്ക് ഫങ്ഷനിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഡയറക്റ്റ് നമുക്ക് റൊട്ടിക്ക് ദോശയ്ക്ക്, കാരണം അതിന് ടെമ്പറേച്ചറിലേക്ക് ഒന്ന് കൂടുതൽ വേണം. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വെള്ളം ചൂടായി കഴിഞ്ഞു. നോക്കൂ വെള്ളം ചൂടാകുന്നു. കണ്ടാ, വളരെ ഇത്തിരി പോലെ വെള്ളം വെച്ചോളൂ. പക്ഷേ ഇത് കടയിൽ ഇവർ കുറച്ച് അധികം വെച്ചാൽ പിന്നെ പെട്ടെന്ന് ചൂടായായിരുന്നു. അപ്പോൾ കൊള്ളാം. പക്ഷേ കറണ്ടിൻ്റെ ബില്ല് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു സോളാറും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഇലക്ട്രിക്കൽ ഇക്വിപ്മെൻറ്റിൽ വെക്കപ്പത്തേക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ബില്ല് നല്ലപോലെ മൂർച്ഛിച്ചിട്ട് കയറും. അതുകൊണ്ട് വെള്ളം തിളച്ച് കഴിഞ്ഞു. ഓക്കെ, സോ ഇത് കൊള്ളാം കേട്ടോ, നല്ല ഐറ്റമാണ്, എനിക്കിഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വെള്ളം തിളച്ചു. ഗ്യാസിലാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ വെള്ളം പെട്ടെന്ന് തിളച്ചു. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യണമെങ്കിൽ പാത്രം ഇങ്ങനെ എടുത്ത ഉടനെ തന്നെ അത് ഓഫായി വെള്ളം നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. എന്നിട്ട് പക്ഷേ നമ്മൾ പിള്ളേരുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. പിള്ളേരാവത്തത്തിൽ പോലും അതിൽ ടച്ച് ചെയ്യരുത്. അപ്പോൾ നമ്മളത് വളരെ കെയർഫുള്ളായിരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദ്യത്തോടെ ഞാൻ ഈ സംപ്രേഷണം ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നും കൂടെ കാണണം, എങ്കിലേ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടൊരു പോക്ക് പോകാൻ പറ്റും. ഓക്കെ, ഓഫ് ചെയ്യാം. താങ്ക് യു. ഇത് ചൂടാണ് കേട്ടോ മക്കളെ, കൈ കൊണ്ട് തൊടരുത്. ഇത് ചൂടാണ്, കൈ പൊള്ളും.